ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇനി പകൽക്കാലം നിങ്ങളുമായി സന്ദർശിക്കുവാൻ ദൈവം നൽകിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാനാണ് ക്രിസ്തു എന്ന് അനേകർ എൻ്റെ പേരെടുത്ത് നിങ്ങളുടെ മുമ്പിലെത്തും. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ഇപ്പം ഞാനാണ് ക്രിസ്തു, ഞാനാണ് സത്യദൈവം, നിങ്ങൾ ഇങ്ങനെയാണ് ആരാധിക്കേണ്ടത്, ഈ വഴിയിലൂടെയാണ് നടക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കള്ളപ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളും പ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിപ്പാൻ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും നൽകുമെന്ന് ഈ വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മുൻകൂട്ടി നിങ്ങൾ പറഞ്ഞില്ല, ആകയാൽ നിങ്ങളോട് അതാ അവൻ മരുഭൂമിയിൽ എന്ന് പറഞ്ഞാൽ പുറപ്പെടരുത്, ഇതാ അറകളിൽ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രൻ്റെ വരവ് ആകും. ഇപ്പോൾ ദൈവസന്നിധിയിൽ ഇപ്പം നിങ്ങൾ കർത്താവ് ഏത് സമയത്താണ് നമ്മുടെ സന്നിധിയിൽ നമ്മുടെ അടുത്തേക്ക് വരുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ 42-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുമെന്ന് നിങ്ങൾ അറിയായി കൊണ്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. അപ്പം നമ്മുടെ മുൻപിൽ കർത്താവ് എപ്പോഴാണ് വരുന്നതെങ്കിൽ അതിൻ്റെ സമയം അടുത്തിരിക്കുന്നു. പക്ഷേ ഏത് സമയത്താണ് വരുന്നതെന്ന് നമുക്കറിയായി കൊണ്ട് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അങ്ങനെ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങി ഇരിക്കണം എന്നാണ് ഈ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ തന്നെ മാർക്കോസ് 13-ാം അധ്യായം 5, 6, 8 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവേൻ, ഞാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനേകർ എൻ്റെ പേരെടുത്ത് നിങ്ങളുടെ അടുക്കലേക്ക് വരും. അതിൽ നിന്നും നമ്മൾ അകപ്പെട്ടു പോകാതെ നമ്മളെ തന്നെ നമ്മൾ കാത്തു സൂക്ഷിക്കണമെങ്കിൽ ദൈവവചനം നമ്മളിൽ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ കാത്തു സൂക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ 7 പറയുമ്പോൾ 13-ന്റെ 7-ാം വചനം പറയുന്നു: എന്നാൽ നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കേൾക്കുമ്പോൾ അത് ഭയപ്പെട്ടു പോകരുത്, ഭയന്നു പോകരുത്. പക്ഷെ അത് സംഭവിക്കേണ്ടത് തന്നെ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ട്. അത് സംഭവിക്കേണ്ട ഈ ലോകത്തിൽ അത് രാജ്യങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടലുണ്ടാകും, രാജ്യങ്ങൾ രാജ്യത്തോടും ജാതി ജാതിയോടും അവിടെ ഇവിടെ ഭൂകമ്പങ്ങൾ ക്ഷാമങ്ങളും ഉണ്ടാകും. ഇത് ഈറ്റുനോവിൻ്റെ ആരംഭം എന്ന് ഈ വചനത്തിലൂടെ നമ്മെ പറയും. ഈറ്റുനോവെന്ന് പറയുമ്പോൾ ഒരു പ്രസവ വേദനയുടെ ഒരു ഉപമയിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രസവ വേദന വന്ന് ഒരു താൽക്കാലിക വേദനയാണ്. ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ആ വേദന നമ്മളെ വിട്ടുപോകുന്നു. അത് സ്ത്രീകൾക്ക് കൊടുക്കുന്ന ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയാണ് ഈ പ്രസവ വേദന എന്ന് പറയുന്നത്. ആ കുഞ്ഞിൻ്റെ മുഖം നോക്കുമ്പോൾ ആ വേദനകൾ മറന്നു പോകുന്നു. അതുപോലെ ഈ ഒരു ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. അത് താൽക്കാലികമാണ്, അത് നിരന്തരമല്ല. ദൈവം നമുക്ക് ഈ ഭൂമിയിൽ നിർത്തിവെച്ചേക്കുന്ന ഒരു നിരന്തരമായ ഒരു സംഭവമല്ല അത് ഒരു താൽക്കാലികമാണ്. പക്ഷെ അതിൽ നിന്ന് നമ്മൾ ഭയന്നു പോകരുത്, ഭ്രമിച്ചു പോകരുത്. അതിൽ നിന്നും വിട്ടുപോകാതെ ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുവാൻ നമുക്ക് കഴിയണം. അതുപോലെ തന്നെ മക്കൾ അപ്പനോട് എതിർക്കും, അപ്പൻ മക്കളോട് എതിർക്കും, ഭാര്യ ഭർത്താവിനോട് എതിർക്കും, ഭർത്താവ് ഭാര്യയോട് എതിർക്കും, മക്കളോട് എതിർക്കും, മക്കൾ കൊല്ലിക്കുകയും അപ്പനെ കൊല്ലിക്കുകയും ഇങ്ങനെയുള്ള പലവിധമായ എല്ലാ പ്രശ്നങ്ങളിലും ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ ആ കാലം വരെയും അവസാനത്തോളം നമ്മൾ ക്ഷമിച്ച് കാത്തിരിക്കുവാണെങ്കിൽ എല്ലാവരും നിങ്ങളെ പകയ്ക്കും. പക്ഷേ യേശുവിൻ്റെ നാമം പറയുമ്പോൾ ആ നാമത്തിൻ പ്രകാരം നമ്മളെല്ലാവരും പകയ്ക്കും. നമ്മളെ കൊണ്ടുപോയി പള്ളികളിൽ കൊണ്ട് നിർത്തുകയും വേദികളിൽ കൊണ്ട് നിർത്തുകയും ഒരു സാക്ഷിയായി നിൽക്കാൻ പറയുകയും ഒക്കെ ചെയ്യും. നമ്മളെ അടിച്ച് നമ്മുടെ ശരീരങ്ങളിൽ വ്രണങ്ങളോടുകൂടി നിർത്തുകയും ചെയ്യുമ്പോഴും നമ്മൾ ഒരൊറ്റ വിശ്വാസത്തോടുകൂടി നിൽക്കും. അപ്പോൾ നമ്മൾ എന്താണ് പറയേണ്ടതെന്ന് നമ്മൾ ചിന്തിച്ച് വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ആ സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ എന്താണോ പറയിപ്പിക്കുന്നതോ അത് നമ്മൾ ആ സമയങ്ങളിൽ പറയുക എന്നാണ് ഈ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ഈ വേദനകളിലൂടെയെല്ലാം കടന്നു ചെന്ന് അവസാനത്തോളം നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുന്നവനാണ് ദൈവത്തിൻ്റെ രക്ഷയെ കാണുവാൻ കഴിയും എന്ന്
ഈ വചനത്തിലൂടെ നമ്മെ ദൈവം പഠിപ്പിക്കുന്നു. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനാണ് ദൈവത്തിൻ്റെ രക്ഷയെ കാണുവാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള സഹനങ്ങളിലൂടെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് അനേക പ്രയാസങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, വേദനകളുണ്ട്, നിന്ദകളുണ്ട്, പരിഹാസങ്ങളുണ്ട്. ഇവയുടെയെല്ലാം മധ്യത്തിലും നമ്മളെ കൂടപ്പിറപ്പങ്ങളായിരിക്കാം, മാതാപിതാക്കളായിരിക്കാം, മക്കളായിരിക്കാം, ഇവരുടെ മൂലമെല്ലാം നമുക്ക് വേദനകൾ അനുഭവപ്പെട്ടുവെങ്കിലും അവസാനത്തോളം ദൈവത്തെ കാത്തിരുന്ന് നേടുന്നതാണ് ദൈവത്തിൻ്റെ രക്ഷ. ആ രക്ഷയെ നമുക്ക് കൈവരുത്തുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.